അറിയാമല്ലോ, തെരഞ്ഞെടുപ്പാകുമ്പോൾ കാര്യപരിപാടികളിലേക്ക് കടക്കുന്നതിന് ചില ആചാരങ്ങളൊക്കെ ഉണ്ട്. ആചാരങ്ങൾ ലംഘിക്കാനുള്ളതല്ല. എല്ലാവരും കൂടി ഒന്ന് അഭിവാദ്യം ചെയ്യണം എന്നുള്ളത് നമ്മുടെ പത്രപ്രവർത്തക സുഹൃത്തുക്കളുടെ അഭ്യർത്ഥനയാണ്. അത് നടത്തുകയാണ്. പിന്നെ പ്രാതിനിധ്യ സ്വഭാവത്തോടു കൂടി ഓരോ മിനിറ്റ് കക്ഷി നേതാക്കൾ ചതുക്കളി തങ്ങൾ സംസാരത്തിന് ശേഷം 10 മിനിറ്റ് സംസാരമുള്ളൂ. അത് കഴിഞ്ഞ് കമ്മിറ്റി അനൗൺസ് ചെയ്യും. അജണ്ട ഒന്ന് പറഞ്ഞതാണ്, ആരോപിക്കണ്ട എന്നുള്ള നിലക്ക് അജണ്ട ഒന്ന് പറഞ്ഞതാണ്. പത്രപ്രവർത്തകരുടെ ആവശ്യപ്പെടാനുള്ള അഭിവാദ്യം. മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെ ആർക്കും ഇവിടെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. ചെറിയ ചെറിയ പൈതങ്ങൾ പോലും എൻ്റെ കുഞ്ഞാപ്പ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയാണ് കുഞ്ഞാലിക്കുട്ടി എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുക. ഏറ്റവും വലിയ ഒരു തന്ത്രശാലി കൂടിയാണ് നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബി എന്ന് നാം മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിലും തങ്ങള് സത്യമല്ലാതൊന്നും പറയില്ലല്ലോ. കുഞ്ഞാപ്പ തന്ത്രശാലിയാണ് എന്നതിന് തെളിവാണല്ലോ ആ റെസ്റ്റ് ഹൗസിൽ കണ്ടത്. ഇപ്പൊ വേറെ ചില പ്രചരണങ്ങളൊക്കെ ഇന്നലെ എൻ്റെ അടുത്ത് ചില ആളുകൾ വന്നു, ചില ചാനലുകാർ വന്നിട്ട് എന്നോട് ചോദിച്ചു, SDPIയും കുഞ്ഞാലിക്കുട്ടിയും അതുപോലെ തന്നെ ബഷീർ ഒരു ചർച്ച നടത്തിയിട്ടുണ്ട്, അതിനെ കോൺഗ്രസ് എങ്ങനെ കാണുന്നു? ഞാൻ പറഞ്ഞു, ഒരു കാര്യം എനിക്ക് പറയാം, ഈ SDPI എന്ന് പറഞ്ഞാൽ ലോകത്ത് വിശ്വസിക്കാൻ പറ്റാത്തതാണ്. അവര് പറയുന്നതിലല്ല എൻ്റെ വിശ്വാസം, കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതാണ് എനിക്ക് വിശ്വാസമായി തോന്നുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു പ്രശ്നമൊന്നുമില്ല. ഇനിയും എപ്പോഴും ഇതുപോലുള്ള പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. SDPI പോലുള്ള പാർട്ടികൾ, വർഗീയ സംഘടനകൾ, തീവ്രവാദികൾ, അവരെല്ലാം ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. ഇതിനൊക്കെ മാർക്സിസ്റ്റ് പാർട്ടി ഇന്നലെ അച്യുതാനന്ദ പ്രസംഗിച്ചു, അത് കോൺഗ്രസിന്റെ അറിവോട് കൂടിയാണ് എന്ന് ഇന്നലെ അദ്ദേഹം പ്രസംഗിച്ചിരിക്കുന്നു. കോൺഗ്രസ് പോയിട്ട് ഈ പാവം തങ്ങൾ പോലും അതറിയില്ല. നിങ്ങൾ മനസ്സിലാക്കണം. ഇവരെ യാദൃച്ഛികമായി കണ്ടു. എനിക്കൊരു സ്വഭാവമുണ്ട്. ഞാൻ ഡയബറ്റിക് ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കണം. യാത്ര ചെയ്യുമ്പോൾ ഈ പ്രദേശത്തുള്ള പല TV-യിലും അതുപോലെ ഗസ്റ്റ് ഹൗസിലും ഞാൻ കയറാറുണ്ട് മൂത്രമൊഴിക്കാൻ. അപ്പൊ മൂത്രമൊഴിക്കുന്ന റൂപ്പിൽ ഞാൻ ആരെയും കാണാറില്ല, വരാന്തിയിലൊക്കെ കാണാറുണ്ട്. അങ്ങനെ കുഞ്ഞാലിക്കുട്ടിന് മൂത്രമൊഴിക്കാൻ കയറിയതാണോ അതല്ല മറ്റു വല്ലതിനും കയറിയതാണോ എന്ന് കുഞ്ഞാലിക്കുട്ടി തന്നെ പറയട്ടെ. അതൊക്കെ കുഞ്ഞാപ്പന്നെ പറയേണ്ടി വരും. അതൊന്നും അന്വേഷിച്ച് കണ്ടെത്താൻ ഏതായാലും പൊളിമിക്സ് നടക്കുന്നില്ല. പറയട്ടെ, കുഞ്ഞാപ്പ പറയട്ടെ. നമ്മൾ ബോധയിലേക്ക് വരികയാണല്ലോ, അവിടെ വെച്ച് നമുക്ക് കണ്ടുമുട്ടാം ഇവർ കൂടിയതോ അതോ കൂടാത്ത നമ്മൾ കൂടിയെന്ന് ഇവർ പറഞ്ഞു നടക്കുന്നു. ഏതാ ഏഷ്യ, ജനങ്ങളുടെ കോടതിയിൽ ഏതാ ഏഷ്യ നമുക്ക് കാണാൻ കഴിയും. ഞാൻ അതുപോലെ തന്നെ ഒന്നും പറയുന്നില്ല. കുഞ്ഞാലിക്കുട്ടി ഒന്നും പറയുന്നില്ലെങ്കിലും പറയേണ്ടവർ കണക്കു തീർത്ത് പറയുന്നുണ്ട്. അവരെ സംബന്ധിച്ചുള്ള മുൻകാല തീരുമാനങ്ങൾ മുസ്ലിം ലീഗ് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഒരിക്കലും ആ തീവ്രവാദ പ്രസ്ഥാനം ഇവിടെ വരാൻ പാടില്ല, അവർ മുളയിൽ തന്നെ നുഴയണമെന്ന് പറഞ്ഞ പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് എന്ന് നമുക്കിവിടെ പറയാൻ സാധിക്കുന്നു. അതുകൊണ്ട് അവർ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് വെറും പ്രചാരവേലകൾ മാത്രമാണ്. ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ധാരാളം പ്രചാരവേലകളും നുണച്ചാട്ടും ഉണ്ടായിത്തീരുമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതെല്ലാം നാം ശരിക്കും കണക്കിലെടുക്കേണ്ടതുണ്ട്. തങ്ങൾ ഈ പറഞ്ഞത് പുറത്തുപോയി വ്യാഖ്യാനിക്കുന്നത് മുനീറാണ്. SDPIയുടെ സഹായത്തിൽ ഏതെങ്കിലും സ്ഥാനാർത്ഥികൾക്ക് ഐക്യ ജനാധിപത്യ മുന്നണിയിൽ ജയിച്ചു വരണം എന്ന് പറയുന്നതിനേക്കാൾ ഞങ്ങൾക്ക് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ പിരിച്ചുവിടുന്നതാണ് നല്ലത്. അതുതന്നെയാണല്ലോ ആര്യാടൻജി
കുഞ്ഞാലിക്കുട്ടിയുടെ സാന്നിധ്യത്തിൽ പച്ച മലയാളത്തിൽ പറഞ്ഞത്. കുഞ്ഞാലിക്കുട്ടിക്ക് ഇവിടെ ജയിക്കാൻ SDPIന്റെ വല്ല സേവയും ആവശ്യമുണ്ടോ ഞാൻ ചോദിക്കുന്നു. ഇത് അവരിവിടെ വലിയൊരു പാർട്ടിയാണ്, അവരോട് ചർച്ചക്ക് വരുന്നു എന്ന് വരുത്താൻ വേണ്ടിയുള്ള കള്ളപ്രചരണമാണ്. അതിനകത്ത് ആരും കുടുങ്ങിപ്പോകരുത്. അതൊന്നും കോൺഗ്രസിന്റെ വോട്ട് മാറ്റാൻ ഒരിക്കലും കഴിയില്ല. ആ ശ്രമങ്ങളൊക്കെ ചുരുക്കി പറഞ്ഞാൽ തങ്ങളും ആര്യാടനും പ്രസംഗിച്ചു കഴിഞ്ഞപ്പോഴേക്ക് കുഞ്ഞാലിക്കുട്ടി ജയിച്ചു കഴിഞ്ഞു. കുഞ്ഞാലിക്കുട്ടി ജയിച്ചോ എന്നുള്ളത് നോമിനേഷൻ കൊടുത്തപ്പോൾ തീരുമാനമായില്ലേ? നോമിനേഷൻ കുഞ്ഞാലിക്കുട്ടി കൊടുത്തപ്പോൾ തന്നെ കുഞ്ഞാലിക്കുട്ടി ജയിച്ചു. പൊന്നു കുഞ്ഞാലിക്കുട്ടി ഇനി മലപ്പുറം കടന്ന് കറങ്ങേണ്ട കാര്യമില്ല. മറ്റു വല്ല നിയോജക മണ്ഡലത്തിലും പോയി അവിടെ നമ്മളെ UDF ജയിപ്പിക്കാനുള്ള കാര്യം നോക്കൂ. കുഞ്ഞാലിക്കുട്ടി ഇവിടെ നോക്കേണ്ട, മറ്റ് മണ്ഡലങ്ങളിൽ പോയി പ്രവർത്തിച്ചാൽ മതി എന്ന് പറയുകയുണ്ടായി. അത്രത്തോളം ഈ മലപ്പുറം മണ്ഡലം അദ്ദേഹത്തിന് തീരെഴുതി കഴിഞ്ഞിരിക്കുകയാണ് എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ മലപ്പുറം മണ്ഡലം പാണക്കാട്ട് നിന്ന് തീരെഴുതി കൊടുക്കാമായിരുന്നു. ഇക്കാലത്തിപ്പോ അത് പറ്റുമോ എന്തോ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഉപതെരഞ്ഞെടുപ്പായപ്പോ എല്ലാ മന്ത്രിമാരും ഇവിടെ വന്നു. അതുകൊണ്ട് നിങ്ങളെല്ലാം ഉണർന്ന് പ്രവർത്തിച്ചു. വൻപിച്ച ഭൂരിപക്ഷം. അത്രയും മന്ത്രിമാർ ഇപ്രാവശ്യം വരുന്നില്ല. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനത്തെ അത് ഒരു വിധത്തിലും ബാധിക്കാൻ പാടില്ല. നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കണം. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം നമ്മൾ ഉൾക്കൊള്ളണം. പ്രാധാന്യം എന്ത് എന്നല്ലേ, അത് അദ്ദേഹം തന്നെ പറയും, OC തന്നെ. 20-20 ഇതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ നമ്മുടെ ലക്ഷ്യം. 20-20 ഇന്ത്യക്ക് മാതൃക. മതേതരത്വവും ജനാധിപത്യവും തകർക്കാൻ ആര് ശ്രമിച്ചാലും അതിനെ പരാജയപ്പെടുത്താൻ കേരളം മുന്നിൽ എന്ന് കാണിക്കാൻ 20-20. ആ കണക്കിലാണ് ചെറിയൊരു പിശകുള്ളത്. 20-ൽ 5-6 എണ്ണം ഒരാൾ LDF തീരെഴുതി കൊടുത്തു കഴിഞ്ഞു. അവർക്ക് ആകെ കുറച്ച് 5-6 സീറ്റ് കേരളത്തിൽ നിന്ന് കിട്ടും മാക്സിമം. പിന്നെ ബാക്കിയൊക്കെ കണക്ക് തന്നെയാണ്. അപ്പോൾ 20-ൽ 14 എന്ന് തൽക്കാലം ഉറപ്പിക്കാമെന്ന് തോന്നുന്നു. ബാക്കി വരുന്ന മാറ്റങ്ങൾ പൊളിമിക്സ് അന്നേരം അറിയിച്ചു തരാം.